73 വർഷമായി. 6 വയസ്സിന് തുടങ്ങിയതാണ് ഇവിടെ വരാൻ. എങ്ങനെയാണ് ചുരമിറങ്ങി അമ്മയുടെ മണ്ണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വസൂരിമാല ഉണ്ടായി. എനിക്ക് വസൂരി ഉണ്ടായിട്ട് എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ അമ്മനെയും വിചാരിച്ച് ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ അമ്മയാണ് ഞങ്ങളെ എല്ലാം, ഞങ്ങളെ രക്തത്തിൽ, ഞങ്ങൾ വരുന്ന തലമുറയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഈ കൊടുങ്ങല്ലൂർ അമ്മയാണ്. കുറേ അസുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. 6 തലമുറകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ആരാധന. കുടുംബത്തിലെ എനിക്ക് തോന്നുന്നു ഇളയ സന്തതിയാണിത്. കൊടുങ്ങല്ലൂരിലേക്ക് എത്തുന്ന കോമരങ്ങൾക്ക് പറയാനുള്ളത് 30-40 വർഷത്തെ അവരുടെ ആത്മീയ യാത്രകളെ കുറിച്ചിട്ടാണ്. അങ്ങനെയുള്ള 2 അമ്മമാരാണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത്. അമ്മയുടെ പേരെന്താ? പാർവതി. ഇപ്പൊ എത്ര വർഷമായി കോമരമായിട്ട്? 45 വർഷമായി. 45 വർഷമായി. അമ്മയുടെ പേരെന്താ? കുഞ്ചമ്മ. എത്ര വർഷമായി? എനിക്ക് 78 വയസ്സായി. 78 വയസ്സായി. ഇപ്പൊ ഇവിടെ കോമരായിട്ട് വരാൻ തുടങ്ങിയിട്ട് എത്രയായി? 35 വയസ്സായി. 35 വർഷമായി. ഏത് വയസ്സിലാണ് അമ്മ വെട്ടിത്തെളിയുന്നത്? 19 വയസ്സിൽ. 19. അന്നത്തെ ഒരു ഓർമ്മ എങ്ങനെയാ? അന്നത്തെ ഓർമ്മ പറഞ്ഞാൽ എനിക്ക് ഒരു ധൈര്യമൊന്നുമില്ല ഇവിടെ വരുമ്പോൾ. പിന്നെ ഇവിടെ വന്ന് വെട്ടിത്തെളിഞ്ഞ് അടിയാറിൻ്റെ അവിടെ പോയി ചേരക്കലെ വീട്ടിലാണ് ഞാൻ വെട്ടിത്തെളിഞ്ഞത്. ഇപ്പോൾ നമ്മുടെ മുൻവശത്തെ അടിയാറിൻ്റെ അവിടെയാണ്. എന്നും വർഷം തോറും വന്ന് നമ്മുടെ അടിമപ്പണം കൊടുക്കും. ഈ കോമരമായിട്ട് മാറുമ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നാറുള്ളത്? ആദ്യം ഒന്നും തോന്നാറുണ്ടായിരുന്നില്ല. കുറേ അസുഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. വർഷാവർഷം ഞങ്ങൾ അമ്മൻ്റെ ഉത്സവത്തിന് ഇവിടെ എത്തും. ഇപ്പൊ നമുക്കറിയാം കൊടുങ്ങല്ലൂർ അമ്മയെന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ നമുക്കൊക്കെ അമ്മയെ പോലെയാണ് ദേവി. എല്ലാ വർഷവും ഞങ്ങൾ അമ്മനെ കാണാൻ ഇവിടെ നമ്മുടെ അമ്മയെ പോലെ എത്തി അമ്മൻ്റെ തിരുനടയിൽ തിരുസന്നിധിയിൽ ഞങ്ങൾ ഉൾക്കൊണ്ട് കായലിൽ പോയി നീരാടിയിട്ട് ഇവിടെ എത്തും. അമ്മ എത്രാമത്തെ വയസ്സിലാണ് വീട്ടിൽ തെളിയുന്നത്? 3-ാമത്തെ വർഷമാണ്. അപ്പം എന്ന് വെച്ചാൽ 40 വയസ്സ്. 40 വയസ്സ്. അപ്പൊ ഉണ്ടായിരുന്ന ഒരു അനുഭവം എങ്ങനെയാ? അപ്പം നല്ല ആരോഗ്യവും സാമർഥ്യമൊക്കെ ഉണ്ടല്ലോ. എന്തായാലും ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇവിടെ വരുന്ന കോമരങ്ങൾക്ക് പറയാൻ. അവരുടെ കഥകളൊക്കെ കേട്ടിട്ട് വരാം. കൊടുങ്ങല്ലൂർ അമ്മയുടെ മണ്ണിലേക്ക് വയനാട്ടിൽ നിന്ന് വന്ന മക്കളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അവരോട് അവർക്ക് അമ്മയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ, വയനാട്ടിൽ നിന്ന് വരികയാണ്, ചുരമിറങ്ങി വരികയാണ്. മാനന്തവാടി ഇടവക പഞ്ചായത്തിലെ അമ്പലവേൽ പൊടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ തലമുറകളായി ഏതാണ്ട് ഞാൻ പറഞ്ഞു കേട്ടത് അറിവനുസരിച്ച് 6 തലമുറകൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ആരാധന. എങ്ങനെയാണ് ചുരമിറങ്ങി അമ്മയുടെ മണ്ണിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി? അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതാണ്. അത്രക്ക് സന്തോഷവും ഭക്തിയും. എത്ര പേരാണ് വരാറുള്ളത് എല്ലാ തവണ? കഴിഞ്ഞ തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 50 ആളുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ 39 ആളേ ഉള്ളൂ. കോമരങ്ങളായിട്ട് കോമരങ്ങൾ ഒരാളുണ്ട്. കഴിഞ്ഞ തവണ 2 ആളുണ്ടായിരുന്നു. ഇത്തവണ ഒരാൾ വന്നിട്ടില്ല. അയാൾക്ക് പ്രത്യേകിച്ച് ചില അസൗകര്യം കാരണം വന്നിട്ടില്ല. ഇപ്പോൾ ഒരാൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. എന്താണ് കൊടുങ്ങല്ലൂർ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നാറുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഓർമ്മ വെച്ച കാലം തുടങ്ങി കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തന്മാരാണ്. നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങളിവിടെ വരുന്ന ആളുകളാണ്, ആ കുടുംബത്തിൻ്റെ ആളുകൾ. അതേപോലെ തന്നെ വയനാട് ജില്ലയിൽ ഏക അവകാശി അമ്പലവേൽ പൊടിക്കളമാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്നുണ്ടെങ്കിലും ആൽത്തറയും മൂപ്പൻ്റെ കയ്യിൽ നിന്ന് തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് അവരുടെ മുണ്ടൊക്കെ വാങ്ങുന്നത് ഈ അമ്പലവേൽ പൊടിക്കളം മാത്രമാണ് അവകാശം വാങ്ങുന്നത്. മറ്റുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. എല്ലാവരും വന്നാൽ ഈ ആൽത്തറയിൽ മാത്രമാണ് കയറി നിൽക്കാറ്. കൊടുങ്ങല്ലൂർ അമ്മയാണ് ഞങ്ങളെ എല്ലാം, ഞങ്ങളെ രക്തത്തിൽ, ഞങ്ങൾ വരുന്ന തലമുറയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നത് ഈ കൊടുങ്ങല്ലൂർ അമ്മയാണ്. അതാണ് ഇതാ ഞങ്ങളെ കൂടപ്പിറപ്പുകളും മറ്റുള്ള ആളുകളൊക്കെയാണ് നിൽക്കുന്നത്. ഇവരൊക്കെ എല്ലാവരും മാത്രമല്ല, ഒരു വലിയ ഉത്സവം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വരുന്നത്. അതേപോലെ തന്നെ പൊടിക്കളം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലമാണ്. അവിടെ പ്രത്യേക കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടുന്ന് പോയാലും അവിടെ അവസാനിപ്പിക്കുന്നത് അവിടെ കൊടുങ്ങല്ലൂർ അമ്മക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് കോഴി വെട്ടി കുരിശി കഴിഞ്ഞാണ്. മൂപ്പനാണിത്, എൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ്. അദ്ദേഹം ഇതോട് അർപ്പിക്കുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ ഭരണി ഉത്സവം. അവിടെ കുംഭമാസത്തിലെ ഭരണി മുതൽ മീനമാസത്തിലെ ഭരണി വരെ ഈ ഉത്സവം നടക്കും. കുടുംബത്തിലെ എനിക്ക് തോന്നുന്നു ഇളയ സന്തതിയാണിത്.
അത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടാണ്. ഈ വരുന്ന ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് കൊടുങ്ങല്ലൂരമ്മ ശ്രീ കുരുമ്പ. അടുത്ത അവകാശിയാണിത്. എങ്ങനെ തോന്നുന്നു ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ മണ്ണിൽ നിൽക്കുമ്പോ? സന്തോഷം തോന്നുന്നു. നമുക്കറിയാം നമ്മളിവിടെ വരുമ്പോ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് വേറൊരു എന്താ പറയാ വലിയൊരു ശക്തി തരുന്നതാണ് അല്ലെ? അത് ഒരു കാര്യം കുഴപ്പമില്ല. ഈ കുടുംബം എന്ന് പറഞ്ഞത് ആദ്യം തുടങ്ങിയത് കണ്ണൻ മൂപ്പൻ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഓർമ്മയിൽ. അദ്ദേഹം ഏക മകനാണ്. അത് പെങ്ങന്മാരുണ്ടായിരുന്നു. അതിനുശേഷം കുഞ്ഞിരാമൻ മൂപ്പൻ അദ്ദേഹം ഏക മകനാണ്. അതിനുശേഷം ബാബു മൂപ്പൻ ഏക മകനാണ്. ഭഗവതി ഒറ്റയാളെ കൊടുത്തത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കാത്തു നിന്നിട്ടാണ് ഇപ്പോഴത്തെ മൂപ്പൻ അമൽ ബാബു ഉണ്ടായിട്ടുള്ളത്. ഈ പുതിയ തലമുറ എന്ന നിലയ്ക്ക് ഈ ചുമതലകളൊക്കെ എങ്ങനെയാ കാണുന്നത്? ചുമതല അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുക്കും. എങ്ങനെയാണ് അച്ഛൻ ആ ചടങ്ങുകളൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവം എങ്ങനെയാണ്? പഠിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അങ്ങനെ പഠിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കാവഴിയായിട്ട് കണ്ടും പരിചയിച്ചും പഠിക്കൽ തന്നെ. ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു അനുഭവം? സന്തോഷം, വളരെ സന്തോഷം. ഭയങ്കര സന്തോഷം. എല്ലാ വർഷവും വരാറുണ്ടോ? ഞാൻ ഇപ്രാവശ്യം ആദ്യമായിട്ട് വരുന്നതാ. ആദ്യമായിട്ട് വന്നപ്പോ ഇവിടുത്തെ ഈ എന്താ പറയാ ഈ അന്തരീക്ഷമൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ എല്ലാ വർഷവും വരുന്നുണ്ട്. ഇപ്പൊ നമുക്കപ്പോ അവരുടെ കോമരം കൂടി ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് അമ്മയായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എങ്ങനെയാണ്? നമ്മളാദ്യം അച്ഛനുള്ളപ്പോൾ ഇവിടെ വന്ന് ഇതാക്കുന്നതാണ്. അപ്പം പിന്നെ നമ്മളത്ര കൂടി അങ്ങനെ ചെറുപ്പത്തിൽ. അത്രയും ദൂരത്തുനിന്ന് വരികയാണല്ലോ, അതിന് ക്ഷീണമൊക്കെ തളർത്താറുണ്ടോ അമ്മയുടെ അടുത്ത്? മാനന്തവാടി ക്ഷീണമൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് അമ്മയുടെ മക്കൾ ഇന്നൊരു ദിവസം അമ്മയ്ക്കൊപ്പം ചിലവഴിക്കാൻ വേണ്ടിയിട്ട്. 73 വർഷമായി. 6 വയസ്സിന് തുടങ്ങിയതാണ് ഇവിടെ വരാൻ. 73 വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെയാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ മണ്ണിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. വസൂരിമാല ഉണ്ടായി. എനിക്ക് വസൂരി ഉണ്ടായിട്ട് എൻ്റെ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ അമ്മനെയും വിചാരിച്ച് ഞാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കാലങ്ങളായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കോമരങ്ങളും അതേപോലെ തന്നാരം പാട്ടുമായിട്ട് വല്ലച്ചേർന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പുലാപ്പള്ളി തറവാട്ടിൽ ഞങ്ങൾ പോവും. അവിടുത്തെ തമ്പുരാൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വെട്ടിത്തെളിഞ്ഞ വെളിച്ചപ്പാടന്മാരാണ് നമ്മുടെ കൂടെയുള്ള വെളിച്ചപ്പാടന്മാരെല്ലാവരും. അതുപോലെ തന്നെ പാട്ട് പാടുന്നതിനും ഉള്ള ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അമ്മയുടെ നാമങ്ങൾ പാടാനും അമ്മമാരെ ഉണർത്താനും കോമരങ്ങളായി അമ്മയ്ക്ക് ധാരാളം രക്തം കൊടുക്കുന്ന കോമരങ്ങളാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും. നമുക്കെല്ലാവർക്കും അത് പറയുമ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമാണല്ലോ. ഭാഗ്യമാണ്, പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നിന്ന് വിജയിച്ച് പോരണം. നമ്മൾ പരീക്ഷ എഴുതുന്നത് പോലെ തന്നെയാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ഇത്തിരി സമയം പിടിക്കുന്ന പോലെ എല്ലാ പരീക്ഷണവും കഴിഞ്ഞ് കിട്ടാൻ ഇത്തിരി സമയം എടുക്കും അമ്മ. ആ പരീക്ഷണം വിജയിച്ചാൽ നമ്മൾ കോമരങ്ങളായി. അതാണ് ഇത്. പിന്നെ അമ്മ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമ്മുടെ തള്ളവിരലിമെന്ന് തൊട്ട് തലമുടി നാരേഴ വരെയാണ് അതിൻ്റെ അർത്ഥം നിൽക്കുക. ആ അർത്ഥം നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു തരിപ്പ് മാത്രമുള്ളൂ, ബാക്കിയൊന്നും നമ്മൾ അറിയില്ല. പിന്നെ എല്ലാം അമ്മയിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ നാമത്തിൽ നമ്മൾ ലയിച്ചു പോകണു. പിന്നെ എല്ലാം അവിടെ ഇരിക്കുന്ന ഭഗവതി. അത്രയേ ഉള്ളൂ. രണ്ടുപേരും പാട്ട് പാടിത്തരാൻ സാധിക്കുമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഭക്ഷണം കഴിക്കാൻ അവിടെ പാടി കഴിഞ്ഞ് ചിലപ്പോൾ പറയും അതന്നെ നൃത്തത്തിൽ വരും. താനാരം തന്നാരം അമ്മേ താനാരം തന്നാരോ താനാരം തന്നാരം അമ്മേ താനാരം തന്നാരോ അമ്മേ കൊടുങ്ങല്ലൂർ കാവിലമ്മേ വരം നന്മേ തരാണമേ ഭദ്രകാളിയേ താനാരം തന്നാരം അമ്മേ താനാരം തന്നാരോ മായേ കൊടുങ്ങല്ലൂർ അമ്മേ ഭഗവതി നീയേ എനിക്കു സഹായം അമ്മേ താനാരം തന്നാരം അമ്മേ താനാരം തന്നാരോ അമ്മേ ഭഗവതി കാരുണ്യ കാതലെ കാവിലമാരുന്ന ദിവ്യമൂർത്തേ പൊന്നിൻ കിരീട
വർണ്ണവും കുണ്ടലായുഷ്മവും ചെന്താമരയ്ക്കൊത്ത നിൻമുഖവും പഞ്ചമി ചന്ദ്രനെ വെല്ലുന്ന നെറ്റിയും കണ്ണുകൾ മൂന്നുമാ നാസികയും ചെന്തൊണ്ടി പോലെ ചുവന്നുള്ള ചുണ്ടുകൾ ചന്തമേറിയിടുന്ന പല്ലുകളും ആ കണ്ടങ്ങളും നല്ല കണ്ടവുമായതിൽ മിന്നിത്തിളങ്ങുന്ന മാലകളും വട്ടകവാളുമായുള്ള കരങ്ങളും 8 കൈകളിൽ സങ്കടവും പൊന്നിൻ കുടം പോലെ പിന്നിയിലാകുന്ന ഭംഗി കൂടിയിരുന്ന കൊങ്കകളും നീലിമ കോരുന്ന രോമാവലികളും ചാരുകളും നല്ല മധ്യഭാഗം